ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് അപ്സ്റ്റോക്സിൽ എങ്ങനെയാണ് ഫ്രീ ആയി ഒരു ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം അപ്സ്റ്റോക്സ് ആപ്പ് എങ്ങനെ ആദ്യമായി ഫോണിൽ യൂസ് ചെയ്യാം, ഈ ആപ്പ് ഉപയോഗിച്ച് ഷെയറുകൾ എങ്ങനെ വാങ്ങാം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നീ കാര്യങ്ങൾ ഉൾപ്പെടെ അപ്സ്റ്റോക്സ് ആപ്പിനെ പറ്റിയുള്ള A to Z കാര്യങ്ങൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് നിരവധി ആളുകൾ ആവശ്യപ്പെട്ട കാര്യമാണ് അപ്സ്റ്റോക്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം അപ്സ്റ്റോക്സ് ആപ്പ് എങ്ങനെ യൂസ് ചെയ്യാമെന്നത്. അപ്സ്റ്റോക്സിൽ ഫണ്ട് എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാം, എങ്ങനെ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി അപ്സ്റ്റോക്സ് ആപ്പിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് അപ്സ്റ്റോക്സ് അക്കൗണ്ട് പുതിയതായി ക്രിയേറ്റ് ചെയ്യാൻ വന്നവരും ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം അപ്സ്റ്റോക്സ് ആപ്പ് ഈസിയായി യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായി അപ്സ്റ്റോക്സിൽ എങ്ങനെയാണ് ഫ്രീ ആയി ഒരു ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. പഴയ രീതിയിൽ അക്കൗണ്ട് തുടങ്ങാൻ ശ്രമിച്ച പലരും അക്കൗണ്ട് തുടങ്ങാനാവാതെ ശ്രമം പാതി വഴിയിൽ ഉപേക്ഷിച്ചതായി പല വീഡിയോയ്ക്കും താഴെ കമന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പുതിയതായി അക്കൗണ്ട് തുടങ്ങുന്നവർ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അക്കൗണ്ട് തുടങ്ങുവാൻ ശ്രദ്ധിക്കുക. പുതിയതായി അക്കൗണ്ട് തുടങ്ങുവാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതുപോലെ ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ അപ്സ്റ്റോക്സിന്റെ ഒരു ഓതറൈസ്ഡ് പേഴ്സൺ ആണ്. എന്റെ ഡീറ്റെയിൽസും രജിസ്ട്രേഷൻ നമ്പരും ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലുള്ള ഈ ബ്ലൂ കളർ ലിങ്കിൽ ടച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഡയറക്റ്റ് ആയി അപ്സ്റ്റോക്സിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ഒഫീഷ്യൽ പേജിലാണ് എത്തുന്നത്. ഇവിടെ ആദ്യം എൻ്റർ യുവർ മൊബൈൽ നമ്പർ എന്നയിടത്ത് ടച്ച് ചെയ്ത് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം ഓപ്പൺ ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് എന്നയിടത്ത് ടച്ച് ചെയ്താൽ നെക്സ്റ്റ് പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരുമ്പോൾ ഗെറ്റ് OTP എന്നയിടത്ത് ടച്ച് ചെയ്യുക. അപ്പോൾ ഇവർ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് 6 ഡിജിറ്റ് OTP അയച്ചു തരുന്നതാണ്. അത് ഇവിടെ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത ശേഷം താഴെ കണ്ടിന്യൂ കൊടുക്കുക. അതേ തുടർന്ന് മെയിൽ ID വെരിഫൈ ചെയ്യേണ്ട പേജിലാണ് എത്തിച്ചേരുന്നത്. താഴെ കണ്ടിന്യൂ വിത്ത് ഇമെയിൽ എന്നയിടത്ത് ടച്ച് ചെയ്ത് എൻ്റർ ഇമെയിൽ ID എന്നയിടത്ത് മെയിൽ ID കൊടുത്ത ശേഷം താഴെ ഗെറ്റ് OTPയിൽ ടച്ച് ചെയ്താൽ ഇവർ 6 ഡിജിറ്റ് OTP നമ്മുടെ മെയിലിലേക്ക് അയച്ചു തരുന്നതാണ്. അത് ഇവിടെ ടൈപ്പ് ചെയ്ത ശേഷം താഴെ കണ്ടിന്യൂ കൊടുത്താൽ പേഴ്സണൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യേണ്ട പേജിലാണ് എത്തിച്ചേരുന്നത്. ആദ്യം മാരിറ്റൽ സ്റ്റാറ്റസ്, സിംഗിൾ ആണോ മാരീഡ് ആണോ എന്ന് സെലക്ട് ചെയ്യുക. അടുത്തത് ട്രേഡിംഗ് ഓർ ഇൻവെസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ഇഷ്ടമുള്ളത് കൊടുക്കാം. നെക്സ്റ്റ് ഒക്കുപേഷൻ ആണ്, അനുയോജ്യമായത് സെലക്ട് ചെയ്യുക. ഇനി ആനുവൽ ഇൻകം ആണ്, ഇതും അനുയോജ്യമായത് സെലക്ട് ചെയ്ത ശേഷം താഴെ കണ്ടിന്യൂ ബട്ടണിൽ ടച്ച് ചെയ്യുക. അടുത്ത പേജിൽ ഡിക്ലറേഷൻ ആണ് ചോദിക്കുന്നത്. ഐ പേ ടാക്സസ് ഇൻ ഇന്ത്യ. ഇവിടെ എല്ലായിടത്തും ഡിഫോൾട്ടായി ടിക്ക് ഉണ്ട്. അപ്പോൾ ഇവയെല്ലാം ഒന്ന് വായിച്ചു നോക്കിയിട്ട് ടിക്ക് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തി താഴെ കണ്ടിന്യൂ ബട്ടണിൽ ടച്ച് ചെയ്യുക. അടുത്ത പേജിൽ പാൻ കാർഡ് ഡീറ്റെയിൽസ് ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. എൻ്റർ യുവർ പാൻ എന്നയിടത്ത് ടച്ച് ചെയ്ത് പാൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് അതിന് താഴെ എൻ്റർ ഡേറ്റ് ഓഫ് ബർത്ത് എന്നയിടത്ത് ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്ത ശേഷം താഴെ കണ്ടിന്യൂ കൊടുത്താൽ പാൻ കാർഡ് ഹോൾഡറിന്റെ നെയിം ഇവിടെ വരുന്നതാണ്. സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കൺഫേം കൊടുക്കുമ്പോൾ നെക്സ്റ്റ് പേജിൽ അഡ്രസ് ഡീറ്റെയിൽസ് വരുന്നതാണ്. അത് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ബട്ടണിൽ ടച്ച് ചെയ്യുമ്പോൾ സെൽഫി ഫോട്ടോ എടുക്കേണ്ട പേജിലാണ് വരുന്നത്. ഇവിടെ ക്യാമറ പെർമിഷൻ അലോ കൊടുത്തിട്ട് ടേക്ക് എ ഫോട്ടോ എന്നയിടത്ത് ടച്ച് ചെയ്ത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കുക. അടുത്തത് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. രണ്ട് രീതിയിൽ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാവുന്നതാണ്. ആദ്യത്തേത് വെരിഫൈ വിത്ത് UPI എന്നത് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ സെക്യൂർലി വിത്ത് UPI കൊടുത്താൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിരിക്കുന്ന UPI ആപ്പുകളായ ഗൂഗിൾ പേ, ഫോൺ പേ എന്നീ ആപ്പുകളിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് അപ്രൂവ് കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ₹1 ഡെബിറ്റ് ചെയ്യുകയും ആ ₹1 ഇവർ തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരികയും ചെയ്യുന്നതോടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ആകുന്നതാണ്. അതല്ല ഡീറ്റെയിൽസ് മാനുവലി ആഡ് ചെയ്യേണ്ടതെങ്കിൽ ആഡ് ഡീറ്റെയിൽസ് മാനുവലി എന്നയിടത്ത് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുത്താൽ ഇതുപോലെ ബാങ്ക് ഡീറ്റെയിൽസ് ചോദിക്കുന്നതാണ്. ആദ്യത്തെ കോളത്തിൽ എൻ്റർ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെയിം അക്കൗണ്ട് നമ്പർ താഴെയും റീ എൻ്റർ അക്കൗണ്ട് നമ്പർ എന്നയിടത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി IFSC കോഡ്, ഇത് അറിയത്തില്ലെങ്കിൽ പാസ്ബുക്കിൽ ഇതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കി ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. ഇനി അക്കൗണ്ട് ഹോൾഡർ നെയിം, അടുത്തത് അക്കൗണ്ട് ടൈപ്പ്, കറന്റ് ആണോ സേവിങ്സ് ആണോ എന്നത് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. ഇത് ലിമിറ്റഡ് പീരീഡ് ഓഫർ ആണ്. താഴെ കണ്ടിന്യൂ കൊടുത്താൽ പ്ലാൻ സെലക്ട് ചെയ്യാനുള്ള പേജിലാണ് എത്തുന്നത്. ഇത് ഇപ്പോൾ അപ്സ്റ്റോക്സ് പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഫീച്ചറാണ്. ബേസിക് ചൂസ് ചെയ്യേണ്ടവർക്ക് ബേസിക് ചൂസ് ചെയ്യാവുന്നതാണ്. തുടക്കക്കാർക്ക് ബേസിക് ആയിരിക്കും അനുയോജ്യം. ഞാനിവിടെ ചൂസ് പ്ലസ് എന്നതാണ് കൊടുക്കുന്നത്. കാരണം കുറെ ഫീച്ചറുകളും അൺലിമിറ്റഡ് അക്സസുകളും ഇവർ ഇവിടെ ഫ്രീ ആയി പ്ലസിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചൂസ് പ്ലസ് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുത്താൽ നെക്സ്റ്റ് പേജിൽ സിഗ്നേച്ചർ ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ സിഗ്നേച്ചർ അപ്ഡേറ്റ് ചെയ്യാൻ 2 ഓപ്ഷൻ ഉണ്ട്. ആദ്യത്തേത് ഒരു വെള്ള പേപ്പറിൽ സൈൻ ചെയ്തതിന്റെ ഫോട്ടോ എടുത്ത് ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന രീതി. രണ്ടാമത്തേത് ഡ്രോ സിഗ്നേച്ചർ എന്നയിടത്ത് ടച്ച് ചെയ്ത് വിരലിന്റെ തുമ്പ് ഉപയോഗിച്ച് ടച്ച് സ്ക്രീനിൽ ടച്ച് ചെയ്തുകൊണ്ട് ഡിജിറ്റലി സൈൻ ചെയ്യുക. സൈൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ താഴെ എറൈസ് ഓൾ കൊടുക്കുക. അപ്പോൾ വൺസ് സൈൻ ചെയ്ത ശേഷം താഴെ കണ്ടിന്യൂ കൊടുത്താൽ സെഗ്മെന്റ് സെലക്ട് ചെയ്യുന്ന പേജിലാണ് എത്തുന്നത്. ആക്റ്റീവ് ഓൾ ഫോർ ഫ്രീ എന്നത് ടച്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാ സെഗ്മെന്റും ഫ്രീ ആയി ആക്റ്റീവ് ചെയ്യാവുന്നതാണ്.
എല്ലാ സെഗ്മെന്റും ആക്ടിവേറ്റ് ചെയ്യുന്നതിനായി നമുക്ക് ഇൻകം പ്രൂഫ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ലാസ്റ്റ് 6 മന്തിലെ ബാങ്ക് സ്റ്റേറ്റ്മെന്റോ ITR ഫയൽ ചെയ്തതിന്റെ കോപ്പിയോ ഇവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിപ്പോൾ കയ്യിലില്ലെങ്കിൽ കസ്റ്റമൈസ് എന്ന ഇടത്ത് ടച്ച് ചെയ്ത് ഇക്വിറ്റി, മ്യൂച്വൽ ഫണ്ട് ആൻഡ് IPO മാത്രം സെലക്ട് ചെയ്യുക. വൺസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷവും ഈ സെഗ്മെന്റുകളൊക്കെ എളുപ്പത്തിൽ എനേബിൾ ചെയ്യാവുന്നതാണ്. ഇവിടെ താഴെ ആക്റ്റീവ് സെലക്ടഡ് സെഗ്മെന്റ് കൊടുക്കുക. അടുത്തതായി നോമിനിയെ ആഡ് ചെയ്യേണ്ട പേജിലാണ് എത്തുന്നത്. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷമേ നോമിനിയെ ആഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ ഇവിടെ ജസ്റ്റ് ഓപ്ഷൻ ഔട്ട് എന്നത് ടച്ച് ചെയ്യുക. അതല്ല ഇപ്പോൾ നോമിനിയെ ആഡ് ചെയ്യണമെങ്കിൽ ഓപ്ഷൻ ഇനിൽ ടച്ച് ചെയ്ത് ഇവിടെ നോമിനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അവയൊക്കെ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത ശേഷം താഴെ കണ്ടിന്യൂ കൊടുക്കുക. ഞാൻ ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷമേ നോമിനിയെ ആഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ആഡ് ലേറ്റർ കൊടുക്കുകയാണ്. ഇപ്പോൾ ആപ്ലിക്കേഷൻ സൈൻ ചെയ്യാനുള്ള ഫൈനൽ സ്റ്റെപ്പിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ താഴെ സൈൻ ആപ്ലിക്കേഷൻ എന്ന ഇടത്ത് ടച്ച് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പേജ് ഇതുപോലെ ഓപ്പൺ ആവുകയും ഇവിടെ ഐ ഹാവ് റീഡ് ദ ഡോക്യുമെന്റ് എന്ന കോളത്തിൽ ടിക്ക് ചെയ്ത ശേഷം സൈനിൽ ടച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഡയറക്റ്റായി NSDLന്റെ സൈറ്റിൽ എത്തുന്നതാണ്. VID ആധാർ എന്ന ഇടത്ത് ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം ഐ ഹാവ് ഹിയർ ബൈ എന്ന കോളത്തിൽ ടിക്ക് ചെയ്ത് താഴെ സെൻഡ് OTPയിൽ ടച്ച് ചെയ്താൽ ഇവർ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് 6 ഡിജിറ്റ് OTP മെസ്സേജ് അയച്ചു തരുന്നതാണ്. അത് ഇവിടെ ടൈപ്പ് ചെയ്ത ശേഷം വെരിഫൈ OTPയിൽ ക്ലിക്ക് ചെയ്താൽ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ് ടോട്ടലി കംപ്ലീറ്റ് ആവുന്നതാണ്. 3-4 ദിവസത്തിനുള്ളിൽ അപ്സ്റ്റോക്സ് അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് എന്ന മെസ്സേജ് അയച്ചു തരുന്നതാണ്. അടുത്തതായിട്ട് അപ്സ്റ്റോക്സ് ആപ്പ് എങ്ങനെ ആദ്യമായി മൊബൈലിൽ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഇനി മുതൽ മൊബൈൽ സ്ക്രീനിലാണ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വ്യക്തമായി കാണുന്നതിനായി ദയവായി 4K ക്വാളിറ്റിയിൽ കാണാൻ ശ്രമിക്കുക. അക്കൗണ്ട് വെരിഫൈ ആയിട്ടുണ്ട് എന്ന മെസ്സേജ് വന്നതിന് ശേഷം ആപ്പ് സ്റ്റോറിൽ നിന്ന് അപ്സ്റ്റോക്സ് ആപ്പ് ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ കൊടുക്കുക. ഇങ്ങനെ ഓപ്പൺ ആയി വന്നതിന് ശേഷം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കൊടുത്ത സെയിം മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് താഴെ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇവർ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈലിലേക്ക് OTP അയച്ചു തരുന്നതാണ്. അത് തെറ്റുകൂടാതെ ഇവിടെ ടൈപ്പ് ചെയ്ത് താഴെ കണ്ടിന്യൂ കൊടുക്കുക. നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് 6 ഡിജിറ്റ് പിൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഫിംഗർ പ്രിന്റ് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ സ്കിപ്പ് നൗ കൊടുക്കുകയാണ്. ഇവിടെ നോട്ടിഫിക്കേഷൻ ഒക്കെ അലോ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഫൈനലി അപ്സ്റ്റോക്സ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. റീസെന്റ് ഒരു അപ്ഡേഷൻ നടന്നിരുന്നു. അതിനുശേഷം വളരെ ഈസിയാണ് ഈ അപ്സ്റ്റോക്സ് ആപ്പ് യൂസ് ചെയ്യാൻ. അതുപോലെ അപ്സ്റ്റോക്സ് ആപ്പ് യൂസ് ചെയ്യുമ്പോൾ 2 രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. സിമ്പിളായിട്ട് ഇൻവെസ്റ്ററും അതുപോലെ ട്രേഡർ മോഡിലേക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി ഇവിടെ ഈ ലെഫ്റ്റ് കോർണർ ടോപ്പിൽ അപ്സ്റ്റോക്സ് എന്ന് എഴുതിയ അവിടെ UP എന്ന് എഴുതിയ ഇടത്ത് ടച്ച് ചെയ്യുക. ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ 2 മോഡിലേക്ക് ഇത് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. ഇത് കറന്റ് കിടക്കുന്നത് അപ്സ്റ്റോക്സ് ഫോർ ട്രേഡർ മോഡിലേക്കാണ്. ഇതിപ്പോൾ ഒരു ഇൻവെസ്റ്റർ മോഡിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഇത് യൂസ് ചെയ്യാൻ. അപ്പോൾ ഇൻവെസ്റ്റർ മോഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. സ്വിച്ച് ടു അപ്സ്റ്റോക്സ് ഫോർ ഇൻവെസ്റ്റേഴ്സ്. അപ്സ്റ്റോക്സ് ഫോർ ഇൻവെസ്റ്റേഴ്സ് ഇത് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള യൂസർ ഇന്റർഫേസ് ആണ് ഈ ഒരു മോഡിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് നോക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ വീണ്ടും തിരിച്ച് അപ്സ്റ്റോക്സ് ഫോർ ട്രേഡറിലേക്ക് പോവുകയാണ്. അതിനും ഇവിടെ ജസ്റ്റ് ഈ സെൻട്രൽ കാണുന്ന ഈ ആരോ ഈ സൈഡിലേക്ക് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഈ ജസ്റ്റ് ഈ സൈഡിലോട്ട് ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഇത് വരുന്നതാണ് സ്വിച്ച് ടു അപ്സ്റ്റോക്സ് പ്രോ. അപ്പോൾ അവിടെ ജസ്റ്റ് അതിൽ ടച്ച് ചെയ്യുക. അപ്പോൾ ഇത് തിരിച്ച് അപ്സ്റ്റോക്സ് ഫോർ ട്രേഡേഴ്സ് എന്ന രീതിയിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ടോപ്പിൽ തന്നെ ഇങ്ങനെ കുറച്ച് മെനു കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് ഓപ്ഷൻസ്, രണ്ടാമത്തെ സ്റ്റോക്സ്, മൂന്നാമത്തെ MF എന്നുള്ളത് മ്യൂച്വൽ ഫണ്ടാണ്. അതിനുശേഷം IPO, കമ്മോഡിറ്റി, MTF എന്നുള്ളത് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി ആണ്. അത് കഴിഞ്ഞ് ഫ്യൂച്ചേഴ്സ്, ഇൻഷുറൻസ്, അഡ്വൈസറി ആൻഡ് മോർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഹോം പേജിലാണ് നിൽക്കുന്നത്. ഇവിടെ താഴെ ഹോം എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് താഴെ ലിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വാച്ച് ലിസ്റ്റിൽ സ്റ്റോക്കുകൾ ഇടുകയാണെങ്കിൽ അത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിനടുത്തത് ഓർഡേഴ്സ്. നമ്മൾ എന്തെങ്കിലും ബൈ ചെയ്യാനോ സെല്ല് ചെയ്യാനോ എന്തെങ്കിലും ഓർഡറുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കുന്നതാണ്. അതിനുശേഷമുള്ളത് പൊസിഷനാണ്. നമ്മൾ കറന്റ് ഏതെങ്കിലും പൊസിഷൻ എടുത്തിട്ടുണ്ട്, ഇന്നൊരു ഇൻട്രാഡേ എടുത്തിട്ടുണ്ട് എന്ന് കരുതുക. അതൊക്കെ ഇവിടെ കാണിക്കുന്നതാണ്. ഈ പൊസിഷൻസിൽ കാണിക്കുന്നതാണ്. അവിടെ എത്ര ലോസ് ഉണ്ട്, എത്ര പ്രോഫിറ്റ് ആണ്, ആ ഡീറ്റെയിൽസ് ഒക്കെ പൊസിഷനിൽ കാണിക്കുന്നതാണ്. അടുത്തത് ഹോൾഡിങ്സ് ആണ്. ഹോൾഡിങ്സ് എന്നത് നമ്മൾ ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളൊക്കെ ഇവിടെ ഹോൾഡിങ്സിൽ കാണിക്കുന്നതാണ്. ഇത് പുതിയൊരു അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഇവിടെ നോ ഹോൾഡിങ്സ് കാണിക്കുന്നത്. അതുപോലെ അതിന് അടുത്തായി കിടക്കുന്നത് മ്യൂച്വൽ ഫണ്ടാണ്. ഇവിടെ മ്യൂച്വൽ ഫണ്ട് എന്നത് നമ്മൾ ബൈ ചെയ്തിട്ടിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു ലിസ്റ്റ് ഇവിടെ വരുന്നതാണ്. ഇവിടെയും കറന്റ് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ MD ആയി കിടക്കുന്നത്. ആദ്യമായി നമുക്ക് ഒരു സ്റ്റോക്ക് എങ്ങനെ വാങ്ങാമെന്ന് നോക്കാം ഈ ആപ്പ് ഉപയോഗിച്ച്. അതിനായി നമുക്ക് ഫണ്ട് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഫണ്ട് ആഡ് ചെയ്യുന്നതിനായി ഇവിടെ നമുക്കൊരു വാലറ്റിന്റെ സിമ്പൽ പോലെ കൊടുത്തിട്ടുണ്ട് ഈ റൈറ്റ് സൈഡിൽ ഇവിടെ ആയിട്ട്. അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. അതിനുശേഷം ഇവിടെ ആഡ് ഫണ്ട് കൊടുക്കുക. കണ്ടിന്യൂ. ഇവിടെ എത്ര രൂപയാണ് നിലവിൽ നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 500 രൂപ കൊടുക്കുകയാണ്. അതിനുശേഷം പേ വിത്ത് UPI കൊടുത്ത്
പേയ്മെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 500 രൂപ ആഡ് ചെയ്തത് ഫണ്ടിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെ സ്റ്റോക്സ് തന്നെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ ഇവിടെ അപ്പോൾ വലിയ ഒരു ലിസ്റ്റ് തന്നെ വന്നിട്ടുണ്ട് സ്റ്റോക്സിൻ്റെ. ടുഡേ ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്സിൻ്റെ ലിസ്റ്റാണ് കിടക്കുന്നത്. അതുപോലെ സ്റ്റോക്കുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ സ്വന്തമായി അനാലിസിസ് നടത്തി സ്റ്റോക്കുകൾ വാങ്ങുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറിനെ കൺസൾട്ട് ചെയ്ത് സ്റ്റോക്കുകൾ വാങ്ങുവാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ പല കമ്പനികളുടെയും സ്റ്റോക്കുകളുടെ പേരുകൾ ഉദാഹരണം എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഇത് ഒരു തരത്തിലുമുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് പ്യുവർലി എഡ്യൂക്കേഷണൽ പർപ്പസിനായി നിർമ്മിച്ച വീഡിയോയാണ്. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കമ്പനി ആയതുകൊണ്ട് നമുക്ക് ടാറ്റയുടെ കുറച്ച് സ്റ്റോക്കുകൾ എങ്ങനെ വാച്ച് ലിസ്റ്റിൽ ഇടാമെന്ന് നോക്കാം. അതിനായി ആദ്യം ടാറ്റ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ നീണ്ട ലിസ്റ്റ് വന്നിട്ടുണ്ട് ടാറ്റയുടെ. ഇവിടെ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഇടാൻ താല്പര്യമുള്ള സ്റ്റോക്കുകൾ ജസ്റ്റ് വാച്ച് ലിസ്റ്റിലേക്ക് ഇടാവുന്നതാണ്. ഇവിടെ ഞാൻ ടാറ്റ സ്റ്റീലിനെ വാച്ച് ലിസ്റ്റിൽ ഇടുന്നുണ്ട്. അതിനായി ഈ പ്ലസ് ബട്ടണിൽ ടച്ച് ചെയ്യുക. അതിനുശേഷം സേവ് ചേഞ്ച് കൊടുക്കുക. അടുത്തത് ടാറ്റ പവറിനെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതും സേവ് ചേഞ്ച് കൊടുക്കുക. അടുത്തത് ഏതെങ്കിലും ഒരെണ്ണം കൂടെ എടുക്കാം. ഇവിടെ TCSും കൊടുക്കാം. TCSും ഇതുപോലെ വാച്ച് ലിസ്റ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഈ വാച്ച് ലിസ്റ്റിൽ ഇട്ട ഷെയറുകൾ എങ്ങനെയാണ് കാണുന്നതെന്നും കൂടി നോക്കാം. അതിനായി ബാക്കിലേക്ക് വരിക. ഇവിടെ ഹോം പേജിന് നെക്സ്റ്റ് കിടക്കുന്ന ടാബിൽ മൈ ലിസ്റ്റ് എന്ന ഇടത്ത് ടച്ച് ചെയ്യുക. അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റോക്കുകളൊക്കെ വാച്ച് ലിസ്റ്റിൽ വന്നത് കാണാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഓർഡേഴ്സ് ആണ്. നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ഓർഡറുകളിൽ എന്തെങ്കിലും ഓർഡറുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓർഡറുകളിൽ വരുന്നതാണ്. ബൈയോ സെല്ലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓർഡറുകളിൽ വരുന്നതാണ്. അതുപോലെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നിലവിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് വാങ്ങിയിരിക്കുന്നത് അതിവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ സ്റ്റോക്കുകളൊന്നും വാങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ പോർട്ട്ഫോളിയോ ഇതുപോലെ MD ആയി കിടക്കുന്നത്. അതുപോലെ മ്യൂച്വൽ ഫണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് സ്റ്റോക്കിൻ്റെ പോർട്ട്ഫോളിയോ ആണ്. മ്യൂച്വൽ ഫണ്ട് കാണണമെങ്കിൽ മുകളിൽ ഇവിടെ മ്യൂച്വൽ ഫണ്ടിൽ ടച്ച് ചെയ്താൽ മതി. കറൻ്റ്ലി ഇവിടെ ഞാനൊരു മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം 0 കിടക്കുന്നത്. പൊസിഷനും അതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ കറൻ്റ്ലി ഒരു ഇൻവെസ്റ്റ്മെൻറ്റും നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ 0 കിടക്കുന്നത്. വീണ്ടും ഹോം പേജിലേക്ക് തന്നെ പോവാം. ഇവിടെ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ അടുത്തത് കിടക്കുന്നത് ട്രെൻഡിങ് സ്റ്റോക്സ് ആണ്. ഇവിടെ ട്രെൻഡിങ് സ്റ്റോക്സ് ഒക്കെ കിടപ്പുണ്ട്. അതൊക്കെ എല്ലാവരും ഒന്ന് ജസ്റ്റ് നോക്കി മനസ്സിലാക്കുക ഏതൊക്കെയാണ് സ്റ്റോക്കുകൾ എന്നതൊക്കെ. അടുത്തത് അഡ്വൈസറി. ഇത് സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള എക്സ്പേർട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്ന ട്രേഡിംഗ് ഐഡിയകളാണ്. ഞാൻ ഒരു അപ്സ്റ്റോക്സിന്റെ ഓതറൈസ്ഡ് പേഴ്സൺ ആയതുകൊണ്ട് ഈ ഫീച്ചറുകൾ എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരിക മാത്രമാണ് ചെയ്യുന്നത്. ഇത് എൻ്റെ വ്യക്തിപരമായ നിക്ഷേപ നിർദ്ദേശമല്ല. ഇവിടെ ആദ്യം കൊടുത്തേക്കുന്ന FNO ആണ്. MTF ഇൻട്രാഡേ എന്നത് നമ്മൾ സ്റ്റോക്കുകൾ ഇന്ന് വാങ്ങി ഇന്ന് വിൽക്കുന്നതിനാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം എന്ന രീതിയിൽ നമുക്ക് പേടിഎമ്മിൻ്റെ സ്റ്റോക്ക് എടുക്കാം. ഇവിടെ കറൻ്റ്ലി ഇത് ട്രേഡ് ചെയ്യുന്നത് 1148 രൂപ 95 പൈസയ്ക്കാണ്. ഇതിൻ്റെ എൻട്രി പ്രൈസ് പറയുന്നത് 1165.10 അതുപോലെ സ്റ്റോപ്പ് ലോസ് പറയുന്നത് 1106 രൂപ 80 പൈസയും. ഇതിൻ്റെ ടാർജറ്റ് പറയുന്നത് 1223 രൂപ 35 പൈസയുമാണ്. പൊട്ടൻഷ്യൽ ലെഫ്റ്റ് എന്ന് പറയുന്നത് 32.50% ആണ്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തതന്നേ ഉള്ളൂ. ആരും ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷനായി എടുക്കരുത്. അതിനുശേഷം സ്റ്റോക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കമ്മോഡിറ്റി ഇവിടെ 0 ആണ്. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻട്രൊഡ്യൂസിങ് അഡ്വൈസറി പിക്സ് ഫ്രം ദി സെബി സർട്ടിഫൈഡ് എക്സ്പെർട്ട് അഡ്വൈസേഴ്സ്. നമ്മളിവിടെ ബാക്കി പോരുകയാണ്. അപ്പോൾ ഇങ്ങനെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ട്രെൻഡിങ് കമ്മോഡിറ്റീസ് കൊടുത്തിട്ടുണ്ട്, ട്രെൻഡിങ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ ഇൻട്രാഡേ സ്ക്രീനേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഇൻട്രാഡേ റിക്കവറി, RSI ഓവർസോൾഡ്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണ് ഇതിൻ്റെ കണ്ടീഷൻ ഒക്കെ ഉള്ളതൊക്കെ ഒന്ന് വായിച്ച് നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇവിടെ താഴോട്ട് വരുമ്പോൾ വ്യൂ ഫുൾ ലിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വലിയ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ റീഡ് മോർ എന്നത് കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ റീഡ് മോർ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അപ്ലൈ ചെയ്തിരിക്കുന്ന പാരാമീറ്റേഴ്സ് വരുന്നതാണ്. EMA എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് 5 days, ഗ്രേറ്റർ ദാൻ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് 20 days എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം നമ്മൾ വീണ്ടും ബൈക്കിലേക്ക് വന്നതിന് ശേഷം താഴോട്ട് പോകുമ്പോൾ മൊമെൻറ്റം ഗെയിനേഴ്സ്, പിന്നെ താഴോട്ട് വരുമ്പോൾ ഏൺ 500 മന്ത്ലി, റെഫർ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ വാട്സപ്പ് വഴി റെഫർ ചെയ്യാവുന്നതാണ്. ഈ റെഫറിൽ ടച്ച് ചെയ്ത്
അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ IPO ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഓപ്പൺ IPOകളും അപ്കമിങ് IPOസിന്റെ ഒക്കെ ഒരു ലിസ്റ്റ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇനി സ്റ്റോക്കുകൾ എങ്ങനെ വാങ്ങാമെന്ന് നോക്കാം. അതിനുശേഷം നമ്മൾ വീണ്ടും മൈ ലിസ്റ്റിൽ പോവുകയാണ്. ഇവിടെ ജസ്റ്റ് ടാറ്റ പവർ ടച്ച് ചെയ്ത് ഇത് എങ്ങനെയാണ് ബൈ ചെയ്യുന്നത് നോക്കാം. ആദ്യം ഇവിടെ 2 ഓപ്ഷനാണ് താഴെ കാണിക്കുന്നത്, ബൈ ചെയ്യാനും ഒന്ന് സെൽ ചെയ്യാനും. ഇവിടെ ബൈ ചെയ്യുകയാണ്. ഇവിടെ ബൈ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ഈ സ്റ്റോക്ക് 2 രീതിയിൽ വാങ്ങാവുന്നതാണ്. പ്രോഡക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡെലിവറിയും ഇൻട്രാഡേയും. ഡെലിവറി എന്നത് ഒന്നിൽ കൂടുതൽ ദിവസം ഈ സ്റ്റോക്ക് കയ്യിൽ വെച്ചിട്ട് വിൽക്കുന്നതാണ്. അതുപോലെ ഇൻട്രാഡേ എന്നത് ഒരു ദിവസം മാത്രം, അതായത് ഉദാഹരണത്തിന് രാവിലെ വാങ്ങി ഉച്ചയ്ക്ക് വിൽക്കുക അല്ലെങ്കിൽ മാർക്കറ്റ് ക്ലോസ് ആവുന്നതിന് മുമ്പ് വിൽക്കുന്നതാണ് ഇൻട്രാഡേ. ഇവിടെ ഇൻട്രാഡേക്ക് 5x ലിവറേജ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇൻട്രാഡേ ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ള ഫണ്ടിൻ്റെ 5 ടൈംസ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഡെലിവറിക്ക് നമ്മുടെ കയ്യിലുള്ള ഫണ്ടിന് പറ്റിയ സ്റ്റോക്കുകൾ മാത്രമേ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. ഡെലിവറിയിലാണെങ്കിൽ നമുക്ക് ഇത് ഒരു സ്റ്റോക്ക് മാത്രമേ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇൻട്രാഡേയിലാണെങ്കിൽ നമുക്ക് ഇത് 5 സ്റ്റോക്ക് വാങ്ങാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ പ്രൈസിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത് മാർക്കറ്റ് ഓർഡർ ആണോ അല്ലെ ലിമിറ്റ് ഓർഡർ ആണോ? മാർക്കറ്റ് ഓർഡർ എന്നത് കറന്റ് നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാൻ പോവുകയാണ്. കറന്റ് എത്ര രൂപയ്ക്കാണ് ഇത് സെല്ല് ചെയ്യുന്നത്, ആ ഒരു സെല്ല് ഓർഡറുമായി മാച്ച് ചെയ്ത് ഓർഡർ എക്സിക്യൂട്ട് ആവുന്നതാണ്. എന്നാൽ അവിടെ നമ്മളൊരു ലിമിറ്റ് ഓർഡർ കൊടുക്കുകയാണ്. ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുകയാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ 434 രൂപയ്ക്കാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കണ്ടീഷൻ എന്നത് 430 രൂപയാണെങ്കിൽ മാത്രം ബൈ ആവുക. ഈ ഒരു ഓർഡർ എപ്പോഴാണോ ഈ ഒരു സ്റ്റോക്കിന്റെ വില 430 എത്തുന്നത് ആ ഒരു ടൈം വരെ ഈ ഓർഡർ പെൻഡിങ്ങിൽ ഇരിക്കുകയും, അതായത് ട്രേഡിംഗ് അവർ 3:30 വരെ ഈ ഒരു ഓർഡർ ഇങ്ങനെ പെൻഡിങ്ങിൽ ഇരിക്കും. 3:30 ശേഷം ഇത് ക്യാൻസൽ ആയി പോകും. കാരണം മാർക്കറ്റ് ക്ലോസ് ആയി. അതുമല്ല, മാർക്കറ്റ് ക്ലോസ് ആയി ഇതിന്റെ ഷെയറിന്റെ പ്രൈസ് 430 വന്നുമില്ല. അങ്ങനെയുള്ള കേസുകളിൽ ഈ ഓർഡർ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയി പോവുകയാണ്. എന്നാൽ എപ്പോൾ ഈ ഒരു ഷെയറിന്റെ പ്രൈസ് 430 മാച്ച് ആവുന്നു, ഇത് ഈ ഷെയർ 433 എന്നുള്ളത് കുറഞ്ഞ് 432 430 ആ ഒരു റേഞ്ച് വരുന്നിടം വരെ ഇത് പെൻഡിങ്ങിലിരിക്കുകയും ആ ഒരു റേഞ്ചിലേക്ക് വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ട്രിഗറായി ഈ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നതാണ്. ഈ ഒരു കൺസെപ്റ്റ് ബൈ ചെയ്യുന്ന സൈഡിൽ മാത്രമല്ല, സെല്ല് ചെയ്യുന്ന സൈഡിലും ഈ ഒരു സെയിം കൺസെപ്റ്റ് വർക്ക് ആവുന്നതാണ്. മാർക്കറ്റ് ഓർഡറുമുണ്ട്, അവിടെ ലിമിറ്റ് ഓർഡറുമുണ്ട്. നമുക്ക് ഏതാണ് സ്യൂട്ടബിൾ എന്നുള്ളത് നോക്കി അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു റെഗുലർ ഓർഡർ ആണ് കണ്ടത്. അടുത്തത് GTT എന്നത് ഗുഡ് ടിൽ ട്രിഗേർഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഇവിടെ ക്വാണ്ടിറ്റി ചോദിക്കുന്നുണ്ട്. ഇവിടെ എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടത് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇവിടെ പ്ലേസ് ഓർഡർ കൊടുക്കുന്നുണ്ട്. ഇഫ് ദ പ്രൈസ് ഈസ് ബിലോ, ഇഫ് ദ പ്രൈസ് ഈസ് എബോവ്, ഇമ്മീഡിയറ്റ്ലി, അതായത് മാർക്കറ്റ് പ്രൈസ്. ഇവിടെ 3 കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിലോ, ഇഫ് ദ പ്രൈസ് ഈസ് ബിലോ എന്നത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു 10% കൊടുക്കുക എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ ട്രേഡ് ചെയ്യുന്നതിൻ്റെ 10% താഴോട്ടാണെങ്കിൽ മാത്രമേ ഈ ഓർഡർ എക്സിക്യൂട്ട് ആകത്തുള്ളൂ. അതുവരെ ഈ ഓർഡർ പെൻഡിങ്ങിലിരിക്കും. ഇതിനൊരു ടൈം വാലിഡിറ്റി ഉണ്ട്. 1 ഇയർ ആണ് വാലിഡിറ്റി. ഇവിടെ കൊടുത്തിട്ടുണ്ട് 365 ദിവസമാണ് ഇതിൻ്റെ വാലിഡിറ്റി. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് മാച്ച് ആകണം. വൺസ് ഇതിൻ്റെ പ്രൈസും ഈ ഒരു ടാറ്റ പവറിൻ്റെ പ്രൈസ് 390.10 എന്ന ഒരു രീതിയിലേക്ക് ഒരു പ്രൈസിലേക്ക് വരുമ്പോൾ മാത്രമേ ഈ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആകത്തുള്ളൂ. അതുവരെ ഇത് പെൻഡിങ്ങിലിരിക്കുന്നതാണ് ഈ ഓർഡർ. വൺസ് ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ ഓർഡർ എക്സിക്യൂട്ടായി ബൈ ആകുന്നതാണ്. ഇതിപ്പോൾ പ്രൈസ് ബിലോയുടെ കേസാണ്. നമുക്കൊരു ഷെയറിന്റെ പ്രൈസ് വിൽക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ കുറച്ച് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് വിൽക്കണം. അല്ലെങ്കിൽ ഇത് ഈ ഒരു ടാറ്റ പവറിന്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ ഇതൊരു 434 രൂപയ്ക്കാണ് വാങ്ങിയത്. ഞാനിത് ഒരു 10% പ്രോഫിറ്റ് വരുമ്പോഴേ വിൽക്കുന്നുള്ളൂ എങ്കിൽ എനിക്കിത് 10% കൊടുക്കാവുന്നതാണ്. 10% കൊടുക്കുമ്പോൾ ഇവിടെ ഏകദേശം 476 രൂപ വരുന്നതാണ്. ഇവിടെ വില കാണിക്കുന്നത് 476.80. 476.80 ആ ഒരു റേറ്റ് വരുന്നിടം വരെ ഈ ഒരു ഓർഡർ പെൻഡിങ്ങിലിരിക്കുന്നതാണ്. ഒരു 1 ഇയർ ടൈം ഫ്രെയിം ഉണ്ട്. അപ്പോൾ ഈ 1 ഇയറിനുള്ളിൽ ഈ ഒരു പ്രൈസ് വരുന്നിടം വരെ ഇത് പെൻഡിങ്ങിലിരിക്കുന്നതാണ്. ഇതിൻ്റെ ടൈം ഫ്രെയിം എന്നത് 365 ദിവസമാണ്. അപ്പോൾ ആ ഒരു ടൈം വരെ ഇത് പെൻഡിങ്ങിലിരിക്കുന്നതാണ്. നെക്സ്റ്റ് കൊടുത്തേക്കുന്നത് ഇമ്മീഡിയറ്റ്ലി ആണ്, GTT. ഇത് ഇമ്മീഡിയറ്റ്ലി എല്ലാവർക്കും മനസ്സിലായി കാണും. അവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊരു അറ്റ് മാർക്കറ്റ് പ്രൈസ്. എത്ര രൂപയ്ക്കാണോ ഇപ്പോൾ ട്രേഡ് ആവുന്നത് ആ ഒരു ട്രേഡിംഗ് റേറ്റിന് ഇത് ഓർഡർ എക്സിക്യൂട്ട് ആവുന്നതാണ്. അടുത്തത് സ്റ്റോപ്പ് ലോസ് ആണ്. ഇത് കൂടുതലും
ട്രേഡേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ലോസ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ ഒരു കമ്പനിയുടെ ഷെയർ 434 രൂപയ്ക്ക് വാങ്ങിയെന്ന് കരുതുക. ഇതൊരു 432 രൂപയ്ക്ക് താഴെ പോവുകയാണെങ്കിൽ ഇത് എനിക്ക് ഹോൾഡ് ചെയ്യണമെന്നില്ല. കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് ചിലപ്പോൾ അതിലും കുറേ കൂടെ താഴോട്ട് പോകുമെന്നാണ്. അപ്പോൾ എൻ്റെ ലോസ് കുറയ്ക്കുന്നതിനായി പൊതുവെ ട്രേഡർമാർ ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് 432 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുന്നതാണ്. അപ്പോൾ ഇത് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് വ്യൂ ഓർഡർ കൊടുത്താൽ മതി. ഇതിപ്പോൾ ബൈ ചെയ്യുന്ന കേസാണ്. അപ്പോൾ ഇവിടെ സെല്ല് ചെയ്യണം. കാരണം സെല്ല് ചെയ്യുകയാണ്, ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നതായതുകൊണ്ട് സെല്ല് ചെയ്യുന്ന കേസിൽ ഇങ്ങനെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്താൽ മതി. ഇത് കൂടുതലായി ചെയ്യുന്നത് ട്രേഡേഴ്സാണ് സ്റ്റോപ്പ് ലോസ് ഒക്കെ വെക്കുന്നത്. അടുത്തത് ട്രailing സ്റ്റോപ്പ് ലോസ് ആണ്. ട്രailing സ്റ്റോപ്പ് ലോസ് ആയി ഉദാഹരണത്തിന് ഇവിടെ 10 രൂപ കൊടുക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ആകുന്നതെന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഷെയർ 434 രൂപയ്ക്കാണ് വാങ്ങിയത്. ഇതിൻ്റെ ഷെയറിൻ്റെ പ്രൈസ് വാങ്ങിയതിന് ശേഷം കൂടി 434, 44, 54 ആ ഒരു റേഞ്ചിലേക്ക് എത്തി. 454 രൂപ വരെ എത്തി. അതിനുശേഷം ഇത് അവിടുന്ന് താഴോട്ട് കുറയാൻ പോവുകയാണ്. 454 എന്ന പീക്ക് പോയിന്റിൽ നിന്ന് 444 എത്തുമ്പോൾ ഇത് സ്റ്റോപ്പ് ലോസ് ട്രിഗറായി ഈ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നതാണ്. അപ്പോൾ ഇത് എത്ര രൂപ വേണമെങ്കിലും വെക്കാവുന്നതാണ്. ഇത് പ്രൈസിനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഒരിക്കലും പെർസെൻറ്റേജ് അല്ല. ഇത് പലർക്കുമുള്ള ഒരു സംശയമാകും. ഇവിടെ കൊടുത്തിരിക്കുന്നത് പെർസെൻറ്റേജ് അല്ല, ഇത് പ്രൈസാണ്, ഇത് പ്രൈസിനെയാണ് പറയുന്നത്. അതിന് സംശയമുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് കാര്യങ്ങൾ വരുന്നതാണ്. ട്രെയിലിംഗ് ഗ്യാപ്സ്. ട്രെയിലിംഗ് ഗ്യാപ് സെറ്റ് ദ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ദ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ബിഹൈൻഡ് ദി സ്ക്രിപ്റ്റ് പ്രൈസ്. ഇവിടെ ഇതിൻ്റെ ഇമേജ് എക്സ്പ്ലനേഷനും വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇത് ജസ്റ്റ് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അടുത്തത് ടാർഗറ്റ് ആണ്. ഇവിടെ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സെല്ല് ചെയ്യുന്ന ഇൻട്രാഡേയിൽ സെല്ല് ചെയ്യുന്ന കേസിലാണ് അത് ലാസ്റ്റ് ബൈ ചെയ്യേണ്ടത്. ഇപ്പോൾ നോർമൽ കേസ് നമ്മൾക്ക് പോകാം, ഇൻട്രാഡേയിൽ ബൈ ചെയ്യുന്ന കേസിൽ തന്നെ അതാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ടാർഗറ്റ് ഒരു 2% കൊടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇവിടെ വരുന്നതാണ് 442 രൂപ. ഇവിടെ സ്റ്റോപ്പ് ലോസ് എന്നത് ജസ്റ്റ് 1%, ടാർഗറ്റ് എന്നത് 2% വെക്കുകയാണെങ്കിൽ കറന്റ് ഇത് 434 രൂപയ്ക്ക് വാങ്ങി സ്റ്റോപ്പ് ലോസ് കൊടുക്കുകയാണെങ്കിൽ 429 രൂപയും, ടാർഗറ്റ് അപ്പോൾ 2% കൊടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ വരുന്നതാണ്. അതിനുശേഷം റിവ്യൂ ഓർഡർ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം എല്ലാം നോക്കിയിട്ട് റിവ്യൂ ഓർഡർ കൊടുക്കാവുന്നതാണ്. ഇതാണ് മെയിനായിട്ട് സ്റ്റോക്കുകളിൽ യൂസ് ചെയ്യുന്ന ഓർഡറുകളും GTTയും ഒക്കെ. അതുപോലെ പലരും ചോദിക്കാറുള്ള ഒരു കാര്യമായിരുന്നു, എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, മ്യൂച്വൽ ഫണ്ട് എവിടെയാണ് കാണാൻ സാധിക്കുന്നത് എന്നത്. മ്യൂച്വൽ ഫണ്ട് കാണുന്നതിനായി ഇങ്ങനെ ബാക്ക് വന്ന് നമ്മുടെ ഹോം പേജിൽ വരിക. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ആദ്യം ഓപ്ഷൻസ്, സ്റ്റോക്ക്, മ്യൂച്വൽ ഫണ്ട്. MF എന്നുള്ളിടത്ത് ടച്ച് ചെയ്യുക. ഇവിടെ മ്യൂച്വൽ ഫണ്ടുകൾ കൊടുത്തിട്ടുണ്ട്, കുറേ മ്യൂച്വൽ ഫണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇൻഡെക്സ് ഫണ്ടാണ്. UTI നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട്. ഇവിടെ CAGR കൊടുത്തിരിക്കുന്നത് 3 ഇയർ CAGR 12% ആണ്. അതിന് താഴെ ഇവിടെ കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്. അതിന് താഴെയായി വ്യൂ ഓൾ ഫണ്ട് കാറ്റഗറീസ് എന്ന് പറഞ്ഞും കൊടുത്തിട്ടുണ്ട്. അതിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഏതാണ് അനുയോജ്യം എന്നത് സെലക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് മിഡ് ക്യാപ്പിൽ ഒന്ന് ടച്ച് ചെയ്യുകയാണ്. ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന ഫണ്ട് എന്നത് നിപ്പോൺ ഇന്ത്യ ഗ്രോത്ത് മിഡ് ക്യാപ്പ് ഫണ്ടാണ്. ഇതിൻ്റെ CAGR 3 ഇയർ CAGR എന്നത് 26.23% ആണ്. റിസ്ക് വെർസസ് കാറ്റഗറി എബോവ് ആവറേജ് ആണ്. ജസ്റ്റ് ഇതിലൊന്ന് ടച്ച് ചെയ്യുകയാണ് നിപ്പോൺ ഇന്ത്യ ഗ്രോത്ത് മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടിൽ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ വായിച്ച് നോക്കേണ്ടതാണ്. സ്കീം റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വായിച്ച് നോക്കേണ്ടതാണ്. അതിനുശേഷം ഇത് 2 രീതിയിൽ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം നമുക്ക്. ഒന്ന് ലംസമായിട്ട്, അതായത് ബൾക്കായിട്ട് ഒരു എമൗണ്ട് ഒറ്റ തവണയായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, 1 ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര രൂപയാണ്, 500 രൂപയാണോ 1000 രൂപയാണോ, എത്ര രൂപയാണ് നമ്മുടെ കയ്യിലുള്ളത് അത് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് 100 രൂപയാണ്. അപ്പോൾ 100 രൂപ വേണമെങ്കിലും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഏതാണ് യൂസ് ചെയ്യുന്നത് അത് ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഇപ്പോൾ നമ്മൾ 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് കണ്ടത്. അടുത്തത് SIP ആണ്. SIP എന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്. അതിനായി SIPയിൽ ജസ്റ്റ് ടച്ച് ചെയ്യുക. SIPയുടെ മിനിമം എമൗണ്ട് 100 രൂപയാണ്. ഉദാഹരണത്തിന് മന്ത്ലി 100 രൂപ വെച്ചാണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഇവിടെ 100 രൂപ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അത് ടുഡേ ആണ് കിടക്കുന്നത്. അതിനുശേഷം മന്തിന്റെ ഏത് സമയത്താണ് നമ്മൾ ഇത് പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനായി ഇവിടെ ഡേറ്റിൽ ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. അതിനുശേഷം എല്ലാ മന്തും
1-ാം തീയതിയാണോ അല്ലെങ്കിൽ 2-ാം തീയതിയാണോ, സാലറി ഒക്കെ വരുന്നവരെ സംബന്ധിച്ച് മന്തിൻ്റെ ഫസ്റ്റ് വീക്കിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും അനുയോജ്യം. അപ്പോൾ പലർക്കും ചിലർക്ക് മന്തിൻ്റെ ലാസ്റ്റിലായിരിക്കും സാലറി വരുന്നത്. അതനുസരിച്ച് ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് ഇവിടെ 7 കൊടുക്കുന്നത്, 7-ാം തീയതിയാണ്. അപ്പോൾ എല്ലാ മന്തിൻ്റെയും 7-ാം തീയതി ഈ ഒരു ഓർഡർ വരുന്നതാണ്. അത് നമ്മൾ പേ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അടുത്തത് ഇവിടെ കിടക്കുന്നത് സെറ്റപ്പ് SIP, ഓട്ടോ ഇൻക്രീസ് SIP ടു ബൂസ്റ്റ് റിട്ടേൺ. അതെന്താണെന്ന് അറിയാനായി ഇവിടെ ജസ്റ്റ് ആഡിൽ ടച്ച് ചെയ്യുക. ഇത് ഈ പറയുന്ന കാര്യം എന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ SIP എമൗണ്ട് എല്ലാ വർഷവും 10% നിലവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ 10% ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ 10% എന്നുള്ളത് സെലക്ട് ചെയ്ത് ഈ 1 ഇയർ ആക്കി കൊടുക്കുക. ചിലപ്പോൾ 1 ഇയറിന് ശേഷം 10% ഇൻക്രിമെന്റ് വരും. അപ്പോൾ അതനുസരിച്ച് ഇവിടെയും നമുക്ക് 10% നമ്മുടെ SIP എമൗണ്ടും വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് 2 രീതിയിൽ SIP എമൗണ്ട് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തേത് പെർസെൻറ്റേജ് വൈസ് ആണ്, രണ്ടാമത്തേത് എമൗണ്ട് വൈസ് ആണ്. പക്ഷേ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മിനിമം എമൗണ്ട് എന്നത് ഈ ഫണ്ടിന്റെ 100 രൂപയാണ്. അതനുസരിച്ച് മാത്രമേ അത് സെറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഓർഡർ പ്ലേസ് ആകുന്നതാണ്. ഈ ഒരു രീതിയിൽ ഇതിന്റെ പേയ്മെന്റും ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന SIP ഡേറ്റിൽ ഇതുപോലെ ഓർഡർ ക്രിയേറ്റ് ആയി വരുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓർഡർ പ്ലേസ് ആവുന്നതാണ്. അതുപോലെ ഇതിനകത്ത് നമ്മുടെ ബാങ്കിൽ നിന്ന് 100 രൂപ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റിൽ ഡിഡക്റ്റ് ആവുന്ന രീതിയിലും ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ ബാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വൺസ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ പൊസിഷനിൽ വന്ന നമ്മുടെ മ്യൂച്വൽ ഫണ്ട് കാണിക്കുന്നതാണ്. ഇവിടെ ഇൻവെസ്റ്റഡ് മ്യൂച്വൽ ഫണ്ടും അതിൻ്റെ വാല്യൂവും ഇൻവെസ്റ്റഡ് എമൗണ്ടും കറന്റ് വാല്യൂവും കാണിക്കുന്നതാണ്. അതുപോലെ സ്റ്റോക്കുകളും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കുന്നതാണ്. അപ്സ്റ്റോക്സ് ആപ്പ് യൂസ് ചെയ്യുമ്പോൾ ബേസിക്കായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റെന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിലും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നിടം വരെ നന്ദി, നമസ്കാരം.